ഹലോ എവരി വൺ, ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്കൊക്കെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഓവർ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് തന്നെ ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതേ അളവ് തന്നെ 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ തേങ്ങ തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പാനിലൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൊത്തമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ്. അതിലേക്കൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തെടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് നമ്മൾ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. മൊത്തമായിട്ട് ഒപ്പരം ചേർക്കാതെ കുറച്ചായിട്ട് തന്നെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൺസിസ്റ്റൻസി ചിലപ്പം കറക്റ്റായി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് മൊത്തമായിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. കാരണം പാലിൽ മാത്രം തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മൊത്തമായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, അടച്ച് വെച്ചിട്ട്. അതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഫ്രൈ ഒക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലൊന്ന് പഞ്ചസാര തെളിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ പരത്തിയതിന് ശേഷം ഒന്ന് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ചൊരു കട്ടിക്ക് തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ബിസ്ക്കറ്റിനൊക്കെ ഉള്ള ഒരു കട്ടി അത് വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു മൂടി ഇട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ള മാവൊക്കെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഓൾമോസ്റ്റ് ഈ കട്ടിക്കാണ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ലൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള മാവിൽ നിന്ന് ഓൾമോസ്റ്റ് ഇത്രയും ബിസ്ക്കറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു
അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ബീച്ച് മസാല കൊടുക്കണം. ഓവർ ക്രിസ്പി ആവുന്നില്ല, കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ക്രിസ്പി വരും. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് ആണല്ലോ, മൊത്തമായിട്ട് നല്ലൊരു ക്രിസ്പി ആയെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോൾ നമുക്കൊന്ന് എടുത്ത് തുടങ്ങണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബിസ്ക്കറ്റൊക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. താങ്ക്